പ്രതിഷേധങ്ങൾക്കിടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് മലപ്പുറത്ത്. പൊന്നാനി എരമംഗലത്ത് മുൻ കോൺഗ്രസ് നേതാവ് PT മോഹനകൃഷ്ണന്റെ സ്മരണാർത്ഥമുള്ള പുരസ്കാരം ഗായകൻ MG ശ്രീകുമാറിന് അദ്ദേഹം സമ്മാനിക്കും. കോൺഗ്രസ് നേതാവിൻ്റെ അനുസ്മരണ പരിപാടിയിലേക്ക് ഗവർണറെ ക്ഷണിച്ചതിന് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം അറിയിച്ചിരുന്നു. പൊന്നാനിയിൽ ഗവർണർക്കെതിരെ SFI പ്രതിഷേധ ബാനറുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. രാഹുൽ സുരേഷ് ചേരുന്നു വിശദാംശങ്ങളുമായി. രാഹുൽ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് അപ്ഡേറ്റ്സ്? വെരി ഗുഡ് മോർണിംഗ്. CPM സർക്കാരുമായുള്ള പോര് തുടരുന്നതിനിടെയും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ സംസ്ഥാനത്തെ വിവിധയിടങ്ങളിലെ പരിപാടികൾ തുടരുകയാണ്. ഇന്നലെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംഘടിപ്പിച്ച പരിപാടിയിൽ ഇടുക്കിയിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. SFIയും DYFIയുടെയും നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമാണ് ഇന്നലെ ഇടുക്കിയിൽ ഉണ്ടായത്. ഏതാണ്ട് 10ഓളം ഇടങ്ങളിൽ SFI DYFI പ്രവർത്തകർ ഗവർണറെ കരിങ്കൊടി കാണിച്ചിരുന്നു. ഈ പ്രവർത്തകർക്കെതിരെ ഇതുവരെയും പോലീസ് നടപടി എടുത്തിട്ടില്ല, കേസ് എടുത്തിട്ടില്ല. അതുകൊണ്ട് ഇതിലുള്ള ഒരു പ്രതികരണം ഇന്ന് ഗവർണറുടെ ഭാഗത്തു നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ന് മലപ്പുറത്താണ് പരിപാടി നടക്കാൻ പോകുന്നത്. രാവിലെ 11 മണിക്ക് പൊന്നാനിയിലാണ് ഗവർണർ പങ്കെടുക്കുന്ന പരിപാടി. കനത്ത പോലീസ് സുരക്ഷയിലാണ് ഇന്നത്തെ പരിപാടിയും നടക്കുന്നത്. കാരണം പ്രതിഷേധങ്ങൾ പോലീസ് ഇന്നും തള്ളുന്നില്ല. ഇന്നലത്തേതിന് സമാനമായ കരിങ്കൊടി പ്രതിഷേധങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിന്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. SFI ഇപ്പോൾ പൊന്നാനി എരമംഗലത്ത് ബാനറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. മിസ്റ്റർ ചാൻസലർ, യു ആർ നോട്ട് വെൽക്കം ഹിയർ എന്നെഴുതിയ പോസ്റ്ററുകളാണ് ഇപ്പോൾ പൊന്നാനിയിൽ സ്ഥാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പ്രതിഷേധം ഇന്നുണ്ടാവാനുള്ള സാധ്യതയാണ് ഉള്ളത്. അതോടൊപ്പം ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് ജനങ്ങളായി സംവദിക്കാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് വലിയ ക്രമസമാധാന പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവാനുള്ള സാധ്യത പരിഗണിച്ചുകൊണ്ട് കൂടുതൽ പോലീസ് അംഗങ്ങളെ മലപ്പുറത്തെ വിവിധയിടങ്ങളിലും ഒപ്പം തന്നെ പൊന്നാനിയിലും വിന്യസിച്ചിട്ടുണ്ട്. ഇനി പരിപാടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ പൊന്നാനിയിൽ മുൻ കോൺഗ്രസ് നേതാവായ PT മോഹനന്റെ സ്മരണാർത്ഥമുള്ള പുരസ്കാരം സമർപ്പിക്കാനാണ് അദ്ദേഹം എത്തുന്നത്. VM സുധീരൻ, രമേശ് ചെന്നിത്തല അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യൂത്ത് കോൺഗ്രസ് ഈ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള സാധ്യതയുണ്ടോ എന്നതാണ്. ഈ കോൺഗ്രസ് പരിപാടിയിലേക്ക് ഗവർണറെ ക്ഷണിച്ചതിൽ യൂത്ത് കോൺഗ്രസ് നേരത്തെ തന്നെ പ്രതിഷേധം അറിയിച്ചിരുന്നു. അതുകൊണ്ട് യൂത്ത് കോൺഗ്രസ് ഈ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുമോ എന്നത് നോക്കിക്കാണാം. അതോടൊപ്പം ഈ ഭൂപതിവ് നിയമ ഭേദഗതി ബില്ലിൽ ഒപ്പിടാത്ത പക്ഷം കനത്ത സമര പരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് നിലവിൽ CPMന്റെ തീരുമാനം. ഇന്നലെ MV ഗോവിന്ദൻ മാഷ് പറഞ്ഞതനുസരിച്ച് ബില്ലിൽ ഒപ്പിട്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ സമാനതകളില്ലാത്ത സമര പരിപാടികൾ സംഘടിപ്പിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് ആ രീതിയിലുള്ള പ്രതിഷേധവും ഇന്ന് പോലീസ് തള്ളുന്നില്ല. എന്താണെങ്കിലും ഗവർണറുടെ പരിപാടികൾ ഒരു ഭാഗത്ത് നടക്കുമ്പോഴും CPMന്റെയും ഒപ്പം തന്നെ യുവജന സംഘടനകളുടെ പ്രതിഷേധം മറുഭാഗത്തും നടക്കുകയാണ്. SK. ഓക്കെ, താങ്ക് യു രാഹുൽ സുരേഷ്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.